ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസിന് വേണ്ടി കൊടുക്കാൻ പറ്റിയ ഭക്ഷണങ്ങളെ കുറിച്ചാണ്. ഇത് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ കുട്ടികൾക്കും അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും ഉന്മേഷത്തിനൊക്കെ വേണ്ടി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഒന്നാമത്തേത് മത്തൻ്റെ വിത്ത് വറുത്ത് നൽകുക. ഈ മത്തൻ്റെ വിത്തിൽ സെറോട്ടോണിൻ അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. രണ്ടാമത്തേത് മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ മഞ്ഞൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കടയിൽ നിന്ന് മഞ്ഞൾപ്പൊടി വാങ്ങുന്നതിന് പകരം മഞ്ഞൾ വാങ്ങി അത് ഉണക്കി പൊടിപ്പിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തേത് പച്ചക്കറികൾ ധാരാളമായിട്ട് കുട്ടികൾക്ക് നൽകുക. അടുത്തത് ഒമേഗ 3 ലഭിക്കുന്നതിന് വേണ്ടി കോഴിമുട്ടയുടെ വെള്ള കൊടുക്കുക. അടുത്തായി പറയാനുള്ളത് 2 നെല്ലിക്കയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. നെല്ലിക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നാടൻ നെല്ലിക്ക എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് മറ്റേ നെല്ലിക്കയേക്കാൾ ഒന്നുകൂടി ബെറ്റർ. ഇനി നാടൻ നെല്ലിക്ക കിട്ടിയിട്ടില്ല എങ്കിൽ സാധാ നെല്ലിക്ക എടുക്കാവുന്നതാണ്.